എല്ലാവർക്കും നമസ്കാരം. കുംഭമേളയുടെ കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, പലർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ ചില നാക്കുപിഴവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ചിലർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും വളരെ സന്തോഷം. തുടർന്ന് വരുന്ന വീഡിയോകളിലെല്ലാം ശ്രദ്ധിക്കാം. അങ്ങനെ കുംഭമേളയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മെയിൻ റോഡ് വരെ ഞങ്ങൾ ലഗേജൊക്കെ ചുമന്ന് നടന്നെത്തി. ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ഇവിടെ വന്നുപോയ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടതനുസരിച്ച് അവർക്കൊക്കെ 15ഉം 20ഉം കിലോമീറ്റർ വരെ നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനും തയ്യാറായിട്ടായിരുന്നു ഞങ്ങളുടെയും വരവ്. മെയിൻ റോഡിലെത്തിയപ്പോൾ അതീവ തിരക്ക് അനുഭവപ്പെട്ടു. ബസ് സർവീസ് എല്ലാം ഫുള്ളി ലോഡഡ് ആയിട്ടാണ് കാണപ്പെട്ടത്. ഊബർ പോലെയുള്ള സർവീസുകളെല്ലാം നിർത്തിവെച്ചതായിട്ട് കണ്ടു. ബാറ്ററി ഓട്ടോകളും ബൈക്ക് ടാക്സിയും ആണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻ. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അവിടുന്ന് കഷ്ടി 16 കിലോമീറ്റർ ഉണ്ട് LMRK ക്യാമ്പിലേക്ക്, അതായത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. എല്ലാവരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോവുക എന്നുള്ളതൊക്കെ വളരെ അസാധ്യമായിരുന്നു. എല്ലാവരും സ്വന്തം റിസ്കിൽ അവിടേക്ക് എത്തുക എന്നത് മാത്രമേ പ്രായോഗികമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലി കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് അവർ ഓട്ടോയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ആ സമയം 2 ദിവസം മുൻപ് കുംഭമേളയ്ക്ക് എത്തിച്ചേർന്ന എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർത്തു. കഴിയുമെങ്കിൽ 2 പേരായി മാത്രമേ യാത്ര ചെയ്യാവൂ എന്നും ബൈക്ക് മാത്രമേ ഓപ്ഷനായിട്ട് എടുക്കാവൂ എന്നുമായിരുന്നു അയാൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ബൈക്ക് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്കൊരു ആക്റ്റീവ കിട്ടി. ലക്ഷ്മി ദ്വാർ സെക്ടർ 7 ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. അയാൾ എത്രയോ രൂപയൊക്കെ ആവുമെന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും ഞങ്ങൾ കേട്ടില്ലായിരുന്നു ആ തിരക്കിൽ. കേട്ട പാതി കേൾക്കാത്തത് പാതി ഞങ്ങൾ ആ വണ്ടിയിൽ ചാടി കയറി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സാരഥി പുഷ്കർ പാണ്ഡെ. സ്കൂട്ടറിൻ്റെ മുൻവശത്ത് ഞങ്ങളുടെ 2 ബാഗ് അയാൾ വെച്ചു. പിന്നെ എൻ്റെ പുറകിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ബാഗ് തോളത്തും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു യാത്ര തുടങ്ങിയത്. ആ യാത്ര എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഞങ്ങൾ 2 പേരും സ്കൂട്ടി ഓടിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു സ്കൂട്ടി ഡ്രൈവറിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. മുൻപിലുള്ള എല്ലാത്തിനെയും ഹോണടിച്ച് വകഞ്ഞു മാറ്റിയിട്ടായിരുന്നു ആ യാത്ര. അതേപോലെ 100 കണക്കിന് ബൈക്കുകൾ ഇതേപോലെ ചുറ്റുമുണ്ടായിരുന്നു. ആകെ ബഹളമയം. മെയിൻ റോഡിൽ നിന്നും മൂടുവഴികളിൽ കൂടിയും ചെറിയ ചെറിയ ഗലികളിൽ കൂടിയും ഫുട്പാത്തിൽ കൂടിയൊക്കെ കയറ്റി ഇറക്കിയിട്ടൊക്കെ ആയിരുന്നു യാത്ര. പക്ഷേ ഈ കാണുന്ന റോഡൊക്കെ തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അത്ര തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ വീഡിയോയിൽ. ശരിക്കും അതിസാഹസികമെന്ന് തോന്നിച്ചൊരു യാത്രയായിരുന്നു ഇത്. പക്ഷേ ഇതും ഒരു നല്ല രസകരമായ അനുഭവമായിരുന്നു സത്യത്തിൽ. മെയിൻ റോഡിൽ കയറിയാൽ വണ്ടി ദേഹത്ത് തട്ടാതെ കടന്നു പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത്ര തിരക്കാണ്. എൻ്റെ കാലിൽ വന്ന് ബസ്സും കാറും ഒക്കെ തട്ടി പോകുന്നുണ്ടായിരുന്നു. അതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത്ര തിരക്കാണ്. കുറേ പോയപ്പോൾ ബാഗ് കാരണം നല്ലൊരു ബാക്ക് പെയിൻ അനുഭവപ്പെട്ടു. അങ്ങനെ തിരക്ക് കുറഞ്ഞ 1-2 ഇടത്ത് വണ്ടി നിർത്തി റിലാക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര പിന്നീട് തുടർന്നത്. നഗരം മുഴുവനും ദീപാലങ്കാരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ യമുനാ നദിക്ക് കുറുകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സംഗമസ്ഥാനം. പുഷ്കർ പാണ്ഡെ ഞങ്ങൾക്കതൊക്കെ വിശദമായിട്ട് വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസുകാർ വളരെ വിജിലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എവിടെയും വൃത്തിഹീനമായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. ഒരുപാട് കാൽനട യാത്രക്കാർ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്ത് നടന്നു നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം 2 സൈഡിലും. ഇതാണ് കേട്ടോ യമുന ബ്രിഡ്ജ്. നല്ല പിങ്ക് ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രിയിൽ അതിൽ കൂടി പോകുമ്പോൾ. അങ്ങനെ ഒരു 7 മണിയായപ്പോഴേക്കും വെറും 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ലക്ഷ്മി ദ്വാറിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് പുഷ്കർ പാണ്ഡെയോട് നമുക്ക് ബഹുമാനം തോന്നിയത്. കാരണം ഈ ഒരു തിരക്കിൽ അയാൾ ഇത്രയും വേഗത്തിൽ ഇവിടെ ഞങ്ങളെ എത്തിച്ചല്ലോ എന്നോർത്ത് ഞങ്ങൾ ബാർഗെയിനിങ്ങിനൊന്നും നിൽക്കാതെ അയാൾ പറഞ്ഞ പൈസ കൊടുക്കുകയാണ് ചെയ്തത്. ഈ ലക്ഷ്മി ദ്വാരിൽ നിന്ന് സ്വല്പം അകത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഒരു 200 മീറ്ററോളം അകത്തേക്ക് നടക്കാനുണ്ട്. അവിടെയാണ് നമുക്ക് ഛത്തീസ്ഗഡ് അതുപോലെ ഗുജറാത്തിൻ്റെയൊക്കെ പവലിയൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഓരോരോ സ്റ്റേറ്റിൻ്റെയൊക്കെ പവലിയൻസ് അവിടെ കാണാം. അത് വളരെ നല്ല മനോഹരമായ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റോടു കൂടി ഞങ്ങൾ
അതൊക്കെ പാസ് ചെയ്തിട്ട് അങ്ങനെ നടന്നു നീങ്ങി. ഈ കാണുന്നതാണ് ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ പവലിയൻ. കലാഗ്രാം ആൻഡ് സംസ്കൃതി മന്ദിർ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഗുജറാത്തിൻ്റെ തനത് സംസ്കാരത്തെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്റ്റോളുകളും മറ്റുമാണ് അതിൻ്റെ ഉള്ളിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് രാത്രിയിൽ അതുവഴി പോകുമ്പോൾ കാണാൻ കഴിഞ്ഞത്. മുരുകപൂജ 6 മണിക്കാണ് ഞങ്ങളുടെ ക്യാമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു കാണുമെന്നുള്ള ധാരണയിൽ ഒരു ചായ കുടിച്ച് കളയാം എന്ന് കരുതി ഞങ്ങളൊരു ടീ ഷോപ്പിൽ കയറി. അങ്ങനെ നടന്ന് ഞങ്ങൾ സെക്ടർ 7 എത്തിച്ചേർന്നു. ഈ കാണുന്നതാണ് LMRKയുടെ ക്യാമ്പ്. ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ആരും തന്നെ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേർന്നവരും ഫ്ലൈറ്റിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും എത്തിച്ചേർന്നവരും ഒക്കെ മാത്രമായിരുന്നു ക്യാമ്പിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ രജിത് കുമാർജിയും LMRK ഗ്രൗണ്ട് ഫോഴ്സ് ടീമിലെ ചിലരൊക്കെ മാത്രം എത്തിയിട്ടുണ്ടായിരുന്നു. മുരുകപൂജ തുടങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഞങ്ങളും അവിടെ എത്തിച്ചേർന്നു. ട്രെയിൻ യാത്ര കഴിഞ്ഞു വന്നതിനാൽ ഫ്രഷ് ആവാതെ അതിൽ പങ്കെടുക്കാൻ മനസ്സ് വന്നില്ല. അലോട്ട് ചെയ്ത റൂമിൽ പോയി ഫ്രഷായി ഞങ്ങൾ വന്നിട്ട് പൂജയിൽ പങ്കെടുത്തു. അതിനിടയിൽ ചില ആൾക്കാർ എത്തി തുടങ്ങി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗീത ചേച്ചിയൊക്കെ എത്തിയപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. അവസാനത്തെ ആളുകൾ എത്തിയത് പുലർച്ചെ 3 മണിക്ക് ശേഷമായിരുന്നു. അവർക്കെല്ലാം വഴിയിൽ പലയിടത്തും ബ്ലോക്ക് കിട്ടി. കയറിയ വണ്ടിക്കാർ അവരെ തോന്നുന്ന സ്ഥലത്തൊക്കെ ഇറക്കി വിട്ടു. കുറേ നടന്നും വീണ്ടും വണ്ടി പിടിച്ചും ഒക്കെയാണ് പലരും ക്യാമ്പിലെത്തിയത്. വളരെ ത്യാഗം സഹിച്ചിട്ടാണ് എത്തിയത് എന്ന ഭാവത്തിൽ നിന്നിരുന്ന ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് എത്ര സുഖകരമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് എന്ന്. എല്ലാം ഈശ്വര നിശ്ചയം, അതല്ലാതെ എന്തു പറയാനാണ്. ഹരഹരോ ഹരഹര. അന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. വളരെ റിലാക്സ്ഡായി. യാത്രാക്ഷീണം ഒക്കെ കുറച്ചുണ്ടായിരുന്നു. 10 ബെഡുള്ള ഡോർമെട്രി ടൈപ്പ് റൂമിൽ ടെമ്പററി അറ്റാച്ച്ഡ് ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫെസിലിറ്റി ആയിരുന്നു LMRK ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം അവിടെ തന്നെ പാകം ചെയ്ത് വിളമ്പുന്നതായിരുന്നു. ഇതാണ് അവിടുത്തെ കിച്ചൺ. ഒരു ഫാമിലിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. ഉജ്ജയിനിൽ നിന്നുള്ള ഒരു ഫാമിലി ആയിരുന്നു. ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു, പക്ഷേ വളരെ സാത്വികമായിട്ടുള്ള ആഹാരമായിരുന്നു ഉണ്ടായിരുന്നത്. ആസ്ഥ ഗുരുകുലത്തിലെ വേദം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നിരുന്നത്. ഏകദേശം 8 മുതൽ 12 വയസ്സ് വരുന്ന കുട്ടികളാണ് അവരൊക്കെ തന്നെ. ആ കുട്ടികളുടെ സേവനം വളരെ പ്രശംസനീയം തന്നെയായിരുന്നു. അവസാനത്തെ ആളും എഴുന്നേൽക്കുന്നത് വരെ അവർ വീണ്ടും വീണ്ടും ആഹാരം കൊണ്ടുവന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിളമ്പി കൊടുക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇത്തരത്തിലുള്ള സേവനങ്ങൾ പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി അത് കണ്ടപ്പോൾ. നിലത്തിരുന്നിട്ടായിരുന്നു ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചത്. നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഞങ്ങൾ റൂമിൽ വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. പുരുഷന്മാർക്ക് കുറച്ച് റൂമുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ആ ഹാളിൽ തന്നെയാണ് കിടക്കാനുള്ള സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നല്ല അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. രാത്രിയിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഗംഗാസ്നാനവും മറ്റു പരിപാടികളൊക്കെ അടുത്ത ദിവസമാണ് നടന്നത്. അതിൻ്റെ വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. എല്ലാവരും കാത്തിരിക്കുക.